ഹായ്, ഗുഡ് മോർണിംഗ് ആൾ. വെൽക്കം ടു സ്മാർട്ട് ശ്രീ. നമ്മൾ വീണ്ടും അടുത്തൊരു ക്ലാസ്സിലേക്ക് കടന്നിരിക്കുകയാണ്. ക്ലാസ്സുകളൊക്കെ എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പെയർ ഓഫ് ഇക്വേഷൻസ്, സമവാക്യ ജോഡികൾ എന്ന് പറയുന്ന ടോപ്പിക്കാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ ഒരു കുറച്ച് പ്രോബ്ലംസും കൂടി, വെറൈറ്റി 3 പ്രോബ്ലം കൂടി ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത് അല്ലേ? എല്ലാം വ്യത്യസ്തമായ രീതിയാണ്. എങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻസ് ഫോം ചെയ്തിട്ട് നേരിട്ട് നമുക്കതിലെ വാല്യൂയിലേക്ക് എത്താൻ പറ്റുന്നതും, എന്നാൽ ചിലപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നമുക്ക് ഇക്വേഷൻസ് ഫോം ചെയ്യാൻ പറ്റാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് ഡിറൈവ് ചെയ്ത് ഓരോ ഇക്വേഷൻസിലേക്ക് എത്തി അതിൻ്റെ വാല്യൂയിലേക്ക് സൊല്യൂഷൻസിലേക്ക് എത്തി എക്സും വൈയും വേരിയബിൾസിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങൾ ചെയ്ത്. ഇന്നും നമ്മൾ കുറച്ച് 3 ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നും നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓരോന്നായിട്ട് നമുക്ക് ചെയ്തു നോക്കാം അല്ലേ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് മനസ്സിലാക്കി തന്നെ ഇക്വേഷൻസ് ഫോം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. രാജൂസ് ഫാദർ ഈസ് 30 years older than Raju. After 5 years, the age of father will be 3 times the age of Raju. Then find their present age. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതാണ്. രാജൂസ് ഫാദർ ഈസ് 30 years older than രാജു. രാജുവിന്റെ അച്ഛന് 30 വയസ്സ് കൂടുതലാണ്. ആരേക്കാൾ? രാജുവിനേക്കാൾ 30 വയസ്സ് കൂടുതലാണ്. ആഫ്റ്റർ 5 years, എന്നാൽ 5 വർഷം കഴിയുമ്പോൾ രാജുവിന്റെ അച്ഛൻ, ദ ഏജ് ഓഫ് ഫാദർ വിൽ ബി 3 times. 5 വർഷം കഴിയുമ്പോൾ രാജുവിന്റെ അച്ഛന്റെ പ്രായം എന്ന് പറയുന്നത് 3 times that of രാജു. രാജുവിന്റെ വയസ്സിനേക്കാൾ 3 ഇരട്ടിയായിരിക്കും. അപ്പൊ ഇത് രണ്ടും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേഷൻസ് ഫോം ചെയ്യണം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ഇക്വേഷൻ ഫോം ചെയ്യുന്നത് നോക്കാം. ആദ്യത്തെ സെന്റൻസ് വായിച്ചു നോക്കുക. സ്റ്റേറ്റ്മെന്റ് ഇതാണ്. രാജൂസ് ഫാദർ ഈസ് 30 years older than രാജു. അപ്പൊ രാജുവിന്റെയും അച്ഛന്റെയും പ്രസന്റ് ഏജസ് നമുക്ക് തന്നിട്ടില്ല എന്നുള്ളത് നമുക്കറിയാലോ അല്ലെ? ഇപ്പോഴത്തെ പ്രായം എത്രയാണ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് രാജുവിന്റെ പ്രായം നമുക്ക് എന്തെടുക്കാം? രാജൂസ് ഏജ് എന്നത് നമുക്ക് എക്സ് ആയിട്ട് കണക്കാക്കാം അല്ലെ? എക്സ് എന്ന് വിചാരിക്കുക. ലെറ്റ് രാജൂസ് ഏജ് ഈസ് എക്സ്. രാജുവിന്റെ പ്രായം എക്സ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കമ്പാരിസൺ ഉണ്ട്, അല്ലെങ്കിൽ രാജുവിന്റെ പ്രായവുമായിട്ട് എന്തോ കമ്പാരിസൺ ആണ് നമുക്ക് അച്ഛന്റെ പ്രായം കാണാം. അപ്പൊ നമുക്ക് നോക്കിയേ, എന്താ പറഞ്ഞിരിക്കുന്നത്? രാജൂസ് ഫാദർ ഈസ് 30 years older than രാജു. രാജുവിന്റെ പ്രായത്തെക്കാൾ 30 വയസ്സ് കൂടുതലാണ് ഫാദറിന്റെ ഏജ്. അപ്പൊ നമുക്ക് ഫാദേഴ്സ് ഏജ് എന്ന് പറയുന്നത് എന്തെടുക്കാം? രാജുവിന്റെ പ്രായത്തെക്കാൾ 30 എന്ന് പറയുമ്പോൾ അതെന്താകും? എക്സ് പ്ലസ് 30 എന്ന് കിട്ടും. എക്സ് ആണ് രാജുവിന്റെ ഏജ്. നമ്മൾ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫാദറിന്റെ ഏജ് എക്സ് പ്ലസ് 30 ആണ്. ഇനി പറഞ്ഞിരിക്കുന്ന കാര്യം ആഫ്റ്റർ 5 years. അപ്പൊ നമുക്ക് 5 yearsന് ശേഷം ഒന്ന് നോക്കാം. ആഫ്റ്റർ 5 years എന്ന് പറയുമ്പോൾ 5 വർഷം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? രാജുവിന് ഒരു 5 വയസ്സ് കൂടും, കൂടാതെ അച്ഛനും 5 വയസ്സ് കൂടും അല്ലെ? ആദ്യം തന്നെ ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്താം. എന്നിട്ട് വേണം അവര് എന്താണ് കമ്പയർ ചെയ്ത് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് ചെയ്യേണ്ടത്. 5 വർഷം കഴിയുമ്പോൾ രാജുവിന്റെ പ്രായത്തിന്റെ 3 ഇരട്ടിയാകും. 3 times ആകും രാജുവിന്റെ അച്ഛന്റെ വയസ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ആഫ്റ്റർ 5 years വാട്ട് വിൽ ബി രാജൂസ് ഏജ് ആൻഡ് വാട്ട് വിൽ ബി ഫാദേഴ്സ് ഏജ്. അച്ഛന്റെ പ്രായവും മകന്റെ പ്രായവും 5 വർഷത്തിന് ശേഷം എന്ത് സംഭവിക്കും നമുക്കറിയാലോ? 5 വർഷം കഴിയുമ്പോൾ 5 വയസ്സ് നമുക്ക് കൂടും. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. രാജുവിനും അച്ഛനും മാത്രമല്ല, എല്ലാവർക്കും ഓരോ വയസ്സുകൾ കൂടുന്നത് ഓരോ ഇയറുകൾ കഴിയുമ്പോഴാണ്. അപ്പൊ രാജുവിന്റെ പ്രായം എന്ന് പറയുന്നത് ആഫ്റ്റർ 5 years. രാജുവിന്റെ പ്രായം നമുക്ക് വീണ്ടും തിരുത്തി എഴുതാം. രാജൂസ് ഏജ് ആഫ്റ്റർ 5 years വിൽ ബി എക്സ് പ്ലസ് 5. നേരത്തെ പ്രായം എത്രയാണോ, അതായത് ഇപ്പോഴത്തെ പ്രായം എത്രയാണോ, ആഫ്റ്റർ 5 years 5 വയസ്സ് കൂടും, അതായത് എക്സ് പ്ലസ് 5 എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ ഫാദേഴ്സ് ഏജോ ആഫ്റ്റർ 5 years, രാജുവിന്റെ അച്ഛന്റെ പ്രായം എന്ന് പറയുന്നത് നേരത്തെയുള്ള പ്രായത്തിനോടൊപ്പം എക്സ് പ്ലസ് 30 ആണ് നേരത്തെ പ്രായം, അതായത് ഇപ്പോഴത്തെ പ്രായം. അതിനോടുകൂടി ഒരു 5 കൂടും. ദാറ്റ് മീൻസ് എക്സ് പ്ലസ് 35. 30ന്റെ കൂടെ ഒരു 5 കൂടി.
അപ്പൊ നമുക്ക് ഒരു കമ്പാരിസൺ കിട്ടിയിട്ടുണ്ട്. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആഫ്റ്റർ 5 years the age of father will be, അച്ഛന്റെ പ്രായം എന്ന് പറയുന്നത്, അച്ഛന്റെ പ്രായം ഞാൻ എടുത്ത് ഇങ്ങോട്ട് എഴുതാണ്, x+35 ആണ്. കാരണം 30ന്റെ കൂടെ ഒരു 5 കൂടി ഉണ്ട്. x+35 എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു 3 times the age of രാജു. നോക്കാം, 3 times 4 times ഒക്കെ എങ്ങനെ വരും? മൾട്ടിപ്പിൾസ് ആണ് അല്ലെ? 3 ഇരട്ടി 4 ഇരട്ടി എന്നൊക്കെ പറയുമ്പോൾ 3 കൊണ്ട് 4 കൊണ്ട് ഏതാണോ സംഖ്യ അത്രയും ടൈംസ് നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ 3 times ഓഫ് രാജുസ് ഏജ് എന്ന് പറയുമ്പോൾ രാജുവിന്റെ ഏജ് ഞാൻ എടുത്തത് x+5 ആണ്. ഇതിന്റെ 3 times ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 3 പുറത്തിടണം. x+5 എന്ന് പറയുന്ന ഒരു വയസ്സാണല്ലോ. x എന്ന് പറയുന്ന ഏതോ ഒരു സംഖ്യയുടെ കൂടെ 5 വയസ്സ് കൂടി കൂടുന്നതാണ് ആഫ്റ്റർ 5 years രാജുവിന്റെ ഏജ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ 3 ഇരട്ടി, അതിന്റെ എന്ന് പറയുമ്പോൾ അതൊരു സംഖ്യയല്ല അല്ലെ, എക്സും +5 കൂടി ചേർന്ന ഒരു ഒറ്റ ഇതായിട്ട് ടേം ആയിട്ട് നമ്മൾ എടുത്ത് അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമാണ് അച്ഛന്റെ പ്രായം ആഫ്റ്റർ 5 years. ഇനി നമുക്കൊന്ന് സോൾവ് ചെയ്യാൻ നോക്കാം. x+5 35 നമുക്ക് അങ്ങനെ നെർക്ക് ചെയ്താം. ഈ 3 കൊണ്ട് ബ്രാക്കറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഓപ്പൺ ആക്കണം. 3 × x 3x + 3 × 15 3 × 5 15 ആണ് അല്ലെ. 3 × x 3x കിട്ടി. 3 × 5 15 എടുത്ത് എഴുതി, താഴോട്ട് ഇറക്കി എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യുക നോക്കുക. ഇവിടെ x y 2 വേരിയബിൾസ് ഇല്ല. നമുക്ക് തന്നിരുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ ഒരു വേരിയബിൾ തന്നെ ഉപയോഗിച്ചിട്ടാണ്, കാരണം ഇവിടെ കമ്പയർ ചെയ്തിട്ടാണ് പറഞ്ഞേക്കുന്നത്. രാജുവിന്റെ വയസ്സ് എന്ന് പറയുന്നത് അച്ഛന്റെ വയസ്സുമായിട്ട് ഒരു കമ്പാരിസൺ പറഞ്ഞത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഒറ്റ വേരിയബിൾ മാത്രമേ നമ്മൾ എടുത്തുള്ളൂ. രാജുവിന്റെ ഏജുമായി കമ്പയർ ചെയ്ത് അച്ഛന്റെ പ്രായം നമ്മൾ x+30 എഴുതി. ആഫ്റ്റർ 5 years നമ്മൾ എഴുതി. എന്നിട്ട് അവർ പറഞ്ഞ അനുസരിച്ച് 5 വർഷം കഴിയുമ്പോൾ അച്ഛന്റെ പ്രായം, അതായത് x+35 എന്ന് പറയുന്നത് രാജുവിന്റെ പ്രായത്തിന്റെ 3 ഇരട്ടിയാണെന്ന് നമ്മൾ എഴുതി. 3 × x+5 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി 3 × x 3x 3 × 5 15 എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സാധാരണ നമ്മൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എക്സ് ഒക്കെ വേരിയബിൾസ് ഒക്കെ ഒരു സ്ഥലത്തും വേരിയബിൾസ് ഇല്ലാത്ത സംഖ്യ മറ്റേ ഈക്വൽ സൈൻ്റെ അപ്പുറം ഇപ്പുറമായിട്ട് നമ്മൾ എഴുതും. അപ്പൊ നമുക്കൊന്ന് എടുത്ത് എഴുതാം. ഈ 35 ഞാൻ തൽക്കാലത്തേക്ക് ഇവിടെ തന്നെ എഴുതുന്നു, കാരണം 35 വലിയ സംഖ്യയാണ്. ഈ +15 ഞാൻ ഈക്വൽ സൈൻ്റെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ എന്താകും? -15. +15 ഞാൻ ഈക്വൽ സൈൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നു. 35ന്റെ അടുത്ത് എഴുതി -15. ഇനി 3x ഞാൻ അവിടെ തന്നെ ഇറക്കി ചെയ്താണ്. 3x ഈക്വൽ സൈൻ്റെ വലതുവശത്താണ് കിടന്നത്, അവിടെ തന്നെ എഴുതി. ഇവിടെ ഇടതുവശത്ത് കിടന്ന +x ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു, -x ആയി. അപ്പൊ എന്തായി? 35 - 15 = 3x - 5 x എന്ന് വന്നു. 35 ന്ന് 15 കുറച്ചാൽ 20 ആണ്. 20 = 3x ന്ന് ഒരു x പോയാൽ 2x ആണ്. therefore x = 20/2. 20/2 എന്ന് പറഞ്ഞാൽ എക്സിന്റെ വില, x എന്ന് പറയുന്നതാണ് നമുക്ക് കിട്ടിയത്. x നമ്മൾ ആരുടെ പൈസ ആയിട്ട് എടുത്തിരുന്നത്? നോക്ക്, എക്സ് എന്ന് പറയുന്നത് രാജുവിന്റെ ഏജ് ആണ്. അപ്പൊ രാജുസ് ഏജ് നമുക്ക് കിട്ടി 10 years, 10 വയസ്സും. x+30 എന്ന് പറയുന്നതാണ് ഫാദറിന്റെ ഏജ് ആയിട്ട് എടുത്തത്. x+30. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ രാജുവിന്റെ പ്രായം എന്ന് പറയുന്നത് 10 years ആണ്. ഇപ്പോഴത്തെ അച്ഛന്റെ പ്രായം എന്ന് പറയുന്നത് അതിന്റെ കൂടെ എന്ത് കൂട്ടണം? 10 എന്ന് പറയുന്ന എക്സ് വാല്യൂ എടുക്കണം, അതിന്റെ കൂടെ 30 കൂട്ടണം. 10 + 30, എക്സിന്റെ വാല്യൂ 10 കിട്ടിയിട്ടുണ്ട്. 10 + 30 40 years, 40 വയസ്സാണ് രാജുവിന്റെ അച്ഛന്റെ പ്രായം എന്ന് പറയുന്നത് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പൊ രാജുവിന്റെ പ്രായം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം എക്സിന്റെ വില നമുക്ക് കിട്ടി, അത് 10 ആയിരുന്നു. സോൾവ് ചെയ്ത് എങ്ങനെയാണെന്ന് അറിയാലോ, അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമില്ല, കാരണം ഒറ്റ വേരിയബിൾ ഉപയോഗിച്ചിട്ടാണ്. കാരണം അച്ഛന്റെ പ്രായം മകന്റെ പ്രായവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്ക് y വേരിയബിൾ സെപ്പറേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കമ്പാരിസൺ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇക്വേഷൻ ഉപയോഗിച്ച് എഴുതിയാൽ മതി. അതേസമയം രണ്ടും എന്താ പറയാ, കമ്പാരിസൺ ഇല്ല, എന്തെങ്കിലും ബന്ധം പറഞ്ഞിട്ടില്ല, രണ്ട് വ്യത്യസ്ത അൺനോൺ ഫിഗറുകളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സ് വൈ 2 വേരിയബിൾസ് എടുത്ത് 2 ഇക്വേഷൻസ് ഫോം ചെയ്തിട്ടാണ് നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്യാം. അപ്പൊ കിട്ടിയല്ലോ എങ്ങനെയാണെന്ന്? അച്ഛന്റെ പ്രായവും മകന്റെ പ്രായവും നമുക്ക് കിട്ടി. മകന് 10 വയസ്സാണ്, അതിനേക്കാൾ 30 വയസ്സ് കൂടുതലാണ് അച്ഛന്, അതായത് 40 വയസ്സാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ക്ലിയർ ആയല്ലോ ഈ ഒരു പ്രോബ്ലം? അപ്പൊ കഴിഞ്ഞ ദിവസത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രോബ്ലം ആണ് ഇത്. അത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ടോട്ടൽ നമ്പർ ഓഫ് കാർസ് ആൻഡ് ഓട്ടോ റിക്ഷാസ് in a garage is 23. Total number of wheels
of these vehicles is 81. Find the number of cars and auto. ക്വസ്റ്റ്യൻ ഇതാണ്, ടോട്ടൽ നമ്പർ ഓഫ് കാർസ് ആൻഡ് ഓട്ടോ റിക്ഷാസ് ഇൻ എ ഗ്യാരേജ്. ഒരു ഗ്യാരേജിൽ ആകെ 23 വാഹനങ്ങളാണ്. ഈ വാഹനങ്ങളിൽ കാറുകളും ഓട്ടോറിക്ഷാസും മാത്രമേ ഉള്ളൂ. അപ്പൊ കുറച്ച് കാറുകളുണ്ട്, കുറച്ച് ഓട്ടോറിക്ഷാസ് ഉണ്ട്. ഏതാണ് എന്ന് നമുക്ക് തന്നിട്ടില്ല. എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞിട്ടില്ല. രണ്ടിനെയും കുറിച്ചും വ്യക്തമായ കാരണങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ എത്ര കാറുണ്ട്, എത്ര ഓട്ടോറിക്ഷ ഉണ്ട് കമ്പയർ ചെയ്തൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവ രണ്ടും കൂടി ചേർന്ന് 23 വാഹനങ്ങളുണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ദ ടോട്ടൽ നമ്പർ ഓഫ് വീൽസ് ഓഫ് ദീസ് വെഹിക്കിൾസ്, എന്നാൽ ഇവയുടെ ചക്രങ്ങളുടെ ടോട്ടൽ എണ്ണം രണ്ടിനും കൂടിയിട്ട്, കാറുകൾക്കും അതുപോലെ തന്നെ ഓട്ടോയ്ക്കും ഉള്ള ചക്രങ്ങളുടെ എണ്ണം ആകെ എത്രയാണ് തന്നിരിക്കുന്നത്? 81 തന്നിരിക്കുന്നത്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എത്ര കാർസ് ഉണ്ട്, എത്ര ഓട്ടോസ് ഉണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. എത്ര കാറുകളുണ്ട്, എത്ര ഓട്ടോറിക്ഷകളുണ്ട് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് കാർസും നമുക്കറിയില്ല, ഓട്ടോറിക്ഷസിന്റെയും നമ്പർ അറിയില്ലാത്തതുകൊണ്ട് ലെറ്റ്സ് ടേക്ക് എക്സ് ആൻഡ് വൈ. ഇത് എക്സും വൈയുമായിട്ട് നമുക്ക് എടുക്കാം. ഏത് കാറുകൾ എത്രയാണെന്നറിയില്ല, കാറുകളും ഓട്ടോസും അതിന്റെ എണ്ണങ്ങൾ നമുക്ക് അറിയാത്തതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം? എക്സും വൈയും ആയിട്ട് കൊടുക്കാം. ഇനി പറഞ്ഞിരിക്കുന്നത് ഇവ രണ്ടും കൂടി ചേർന്ന് എത്ര എണ്ണമുണ്ട്? എക്സും വൈയും ചേർന്നാൽ 23 വാഹനങ്ങളാണ് ആ ഗ്യാരേജിനകത്ത് ഉള്ളത്. കാറുകളും ഓട്ടോസുമായിട്ട് 23 വാഹനങ്ങൾ ആകെ രണ്ടും കൂടി ചേർന്നുണ്ട്. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് നമ്മൾ വായിച്ചു നോക്കിയിട്ട് വേണം അടുത്ത ഇക്വേഷൻ ഫോം ചെയ്യാം. അപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടി, നോക്കിയേ, എക്സ് പ്ലസ് വൈ സമം 23. അതായത് എക്സ് എന്ന് പറയുന്നത് കാറുകളുടെ എണ്ണം, വൈ എന്ന് പറയുന്നത് ഓട്ടോസിന്റെ എണ്ണമാണ്. അത് രണ്ടും കൂടി ചേർന്ന് 23 വെഹിക്കിൾസ് ഗ്യാരേജിൽ ഉണ്ടെന്നാണ് നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് എഴുതുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ. എക്സ് പ്ലസ് വൈ സമം 23 ഫസ്റ്റ് ഇക്വേഷനായി. ടോട്ടൽ നമ്പർ ഓഫ് വീൽസ് ഓഫ് ദീസ് വെഹിക്കിൾസ്, ഇവയുടെ വീലുകളുടെ അതായത് ചക്രങ്ങളുടെ എണ്ണം ടോട്ടൽ എത്രയുണ്ട്? 81. ഇതിൽ നിന്ന് നമ്മൾ വീണ്ടും ഒരു ഇക്വേഷൻ ഉണ്ടാക്കണം. അതിന് നമുക്കറിയാലോ, കാർ എന്ന് പറയുമ്പോൾ അതിന് എത്ര വീൽസ് ഉണ്ട്, ഓട്ടോ എന്ന് പറയുമ്പോൾ ഒരെണ്ണത്തിന് എത്ര വീൽസ് ഉണ്ടെന്ന് അറിയാലോ. എത്ര കാറുകൾ ഉണ്ടായിക്കോട്ടെ കുഴപ്പമില്ല, എത്ര ഓട്ടോ ഉണ്ടായിക്കോട്ടെ നമുക്കറിയില്ല. പക്ഷേ ഇവയ്ക്ക് എത്ര, ഒരു കാറിനും ഒരു ഓട്ടോയ്ക്കും എത്ര വീൽസ് ഉണ്ടെന്ന് അറിയാം. അപ്പൊ നമുക്ക് കാറുകളുടെ എണ്ണം എക്സ് ആണല്ലോ എടുത്തേക്കണേ. അപ്പൊ ഒരു കാറിന് നമുക്കറിയാം 4 വീൽസ് ആണുള്ളത്. അപ്പൊ നമ്പർ ഓഫ് കാർസിന്റെ എണ്ണം അനുസരിച്ച് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോയി. അപ്പൊ ഒരു കാറിന് 4 ചക്രമാണെങ്കിൽ 2 കാറിന് 4 × 2 8, 4 × 3 അടുത്ത കാറിന് എന്താ പറയാ 12, അങ്ങനെ പോകും. അപ്പൊ നമുക്ക് ഒരു കാറിന് നമുക്ക് എക്സ് എന്ന് പറയുന്ന എണ്ണം എന്ന് പറയുന്നതാണ് നമ്മൾ എക്സ് എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കാറിന് 4 വീൽസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 3 ഓട്ടോയ്ക്ക് എത്രയാണ്? 3 വീൽസ് ആണുള്ളത്. അപ്പൊ 3y, 4x + 3y സമം ഈ വീൽസിന്റെ എണ്ണം ചേർന്നാൽ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി. 4x + 3y സമം 81. നോക്കുക, കാറുകളുടെ എണ്ണം പ്ലസ് ഓട്ടോകളുടെ എണ്ണം, ആകെ എണ്ണം 23. ഇവയ്ക്ക് എത്ര വീൽസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി എഴുതണം. അവിടെ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ അതില്ല. മൊത്തം വീലുകളുടെ എണ്ണം 81 എന്നേ പറഞ്ഞിട്ടുള്ളൂ അല്ലെ. 81 എങ്ങനെ കണ്ടെത്തി എന്ന് നമുക്ക് അറിയണം. 4 വീൽസ് ആണ് നമ്മുടെ കാറിനുള്ളത്, 3 വീൽസ് ആണ് ഓട്ടോയ്ക്കുള്ളത്. അപ്പൊ 4x + 3y സമം 81. അപ്പൊ 2 ഇക്വേഷൻസും കിട്ടിയില്ലേ. ഇത് നമുക്ക് ഇതിൽ നിന്ന് ഇക്വേഷൻസ് എടുത്ത് എഴുതി. x + y സമം 23, 4x + 3y സമം 81. നമുക്ക് ഏതെങ്കിലും ഒരെണ്ണത്തിനെ 0 ആക്കണം, ഏതെങ്കിലും ഒരു വാല്യൂ 0 ആക്കണം. x or y ഏതിനെങ്കിലും 0 ആക്കാം. 0 ആക്കണമെങ്കിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും, കാരണം ഇവിടെ x + y ഉള്ളൂ. അപ്പൊ ആദ്യത്തെ ഇക്വേഷനെ ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. 3 × x 3x പ്ലസ് 3 × y 3y സമം 3 × 23 9, 69. ഇത് നമുക്ക് കിട്ടുന്ന മൂന്നാമത്തെ ഇക്വേഷൻ ആണ്. കാരണം ഫസ്റ്റ് ഇക്വേഷൻ വെച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഇക്വേഷൻ, ആദ്യത്തെ ഇക്വേഷൻ x + y സമം 23 ആയിരുന്നു. അതിന് നമ്മൾ 3 കൊണ്ട് ഗുണിച്ച് നമുക്ക് y-യുടെ വാല്യൂ 0 ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 3 കൊണ്ട് ആ ഇക്വേഷൻ മുഴുവൻ ഗുണിച്ചു. നമ്മൾ തേർഡ് ഇക്വേഷനിലേക്ക് എത്തി. സെക്കൻഡ് ഇക്വേഷൻ ഇതാണ്, അതായത് ഈ ഇക്വേഷൻ ആണ്. നമുക്ക് അങ്ങനെ തന്നെ എടുത്ത് എഴുതാം. 4x + 3y സമം 81. ഇനി എന്ത് ചെയ്യണം? പ്ലസ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടില്ലല്ലോ, കാരണം 0 ആക്കാൻ പറ്റില്ല. പ്ലസ് ചെയ്താൽ 3y + 3y 6y എന്ന് കിട്ടും. അപ്പൊ എന്ത് ചെയ്യണം? മൈനസ് ചെയ്താൽ നമുക്ക് 0യിലേക്ക് എത്താം. മൈനസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്?
ഇക്വേഷനിലെ രണ്ടാമത് കിടക്കുന്ന ഇക്വേഷൻസിന്റെ എല്ലാം സൈൻ മാറ്റണം. പോസിറ്റീവ് ഒക്കെ നെഗറ്റീവ് ആകും, നെഗറ്റീവ് എല്ലാം പോസിറ്റീവ് ആകും. അപ്പൊ നമുക്ക് ഇതിനെ നെഗറ്റീവ് ആക്കി അതേസമയം തന്നെ എല്ലാ സംഖ്യകളെയും നമ്മൾ മൈനസ് ആക്കണം. നെഗറ്റീവ് ആക്കി 4x ചിഹ്നം പോസിറ്റീവ് ആണ്, അത് നെഗറ്റീവായി. 81 അതിന്റെ ചിഹ്നവും പോസിറ്റീവ് ആണ്, അതും നെഗറ്റീവ്. എല്ലാം പോസിറ്റീവ് ആയതുകൊണ്ട് എല്ലാം നെഗറ്റീവ് ആക്കണം. അപ്പൊ നമുക്കറിയാം വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം. നെഗറ്റീവ് 4x പോസിറ്റീവ് 3x. വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം നെഗറ്റീവ് 1x എന്നാണ്. ഇവിടെ 0 ആയി ഓൾറെഡി. ഈക്വൽ ടു 69 81 അല്ലെ. ഇതിവിടെയും അതുപോലെ തന്നെ എന്ത് ചെയ്യണം? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം. 81 നിന്ന് 69 കുറച്ചാൽ എത്ര കിട്ടും? 11. 2 ഇവിടെ ബാക്കി 7 ഉള്ളു, 12 ആണ്. അപ്പൊ നെഗറ്റീവ് 12. നോക്കാം, നെഗറ്റീവ് എക്സ് സമം നെഗറ്റീവ് 12 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ. നെഗറ്റീവ് എക്സ് ഈക്വൽ ടു നെഗറ്റീവ് 12. എക്സ് രണ്ടിനും നെഗറ്റീവ് വരുമ്പോൾ ഞാൻ പറഞ്ഞു എന്താണത്? പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. രണ്ട് നെഗറ്റീവും ഈക്വൽ സൈൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളതുകൊണ്ട് അത് വെട്ടിപ്പോയി. അപ്പൊ എക്സ് ഈക്വൽ ടു 12 കിട്ടി. എക്സ് എന്ന് പറയുന്നത് 12 കിട്ടി. നമ്മൾ ഏതാണ് എക്സ് ആയിട്ട് എടുത്ത്? ആദ്യം പറഞ്ഞിരിക്കുന്നത് കാറാണ്. കാറിന്റെ എണ്ണമാണ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തിരുന്നത്. അപ്പൊ നമുക്ക് കാറുകളുടെ എണ്ണം കിട്ടി. എത്രയാണ് കാറുകളുടെ എണ്ണം? ആ ഗ്യാരേജിലുള്ള കാറുകളുടെ എണ്ണം നമുക്ക് 12 കിട്ടി. ഇനി നമുക്ക് ഓട്ടോയുടെ എണ്ണം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. നമ്മൾ ഇവിടെ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്, ഏതെങ്കിലും ഒരു ഇക്വേഷൻസിൽ കൊടുത്താൽ മതി. നോക്കാം, കാറുകളുടെ എണ്ണവും ഓട്ടോകളുടെ എണ്ണം കൂടി കൂട്ടിയിട്ടാണ് 23. അപ്പൊ കാറിന്റെ സെപ്പറേറ്റ് കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് എടുത്ത് എഴുതാം. എക്സ് പ്ലസ് വൈ സമം 23. എക്സിന്റെ സ്ഥാനത്ത് 12 കൊടുക്കുക. പ്ലസ് വൈ സമം 23. therefore y സമം 23 മൈനസ് 12. y എന്ന് പറയുന്നത് 11 ആണ്. 11 ഓട്ടോകളുണ്ട്, 12 കാറുകളുമാണ് ആ ഗ്യാരേജിൽ ആകെ ഉള്ളത്. നോക്കാം, അപ്പോ 12 പ്ലസ് 11 23 വാഹനങ്ങളാണ് ഓട്ടോയും കാറുമായിട്ട് ആ ഗ്യാരേജിൽ പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എക്സും വൈയും നമ്മൾ നമ്പർ ഓഫ് കാറും ഓട്ടോയും എടുത്തു. പക്ഷെ നമ്പർ ഓഫ് വീൽസ് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടില്ല. നമ്മൾ അത് മനസ്സിലാക്കണം. നമുക്കറിയാം അല്ലെ, കോമൺ സെൻസ് ഉപയോഗിച്ച് നമുക്കറിയാം എത്ര കാറിന് എത്ര വീൽസ് ഉണ്ട്, അതുപോലെ ഓട്ടോയ്ക്ക് എത്ര വീൽസ് ഉണ്ടെന്ന്. അത് വെച്ച് നമ്മൾ മനസ്സിലാക്കി എഴുതേണ്ടതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അവിടെ കാര്യം പറഞ്ഞില്ല. എക്സും വൈയും എടുത്തു, നമ്പർ ഓഫ് കാറും ഓട്ടോയുടെ എണ്ണം എക്സും വൈയും എടുത്തു, 23 എഴുതി. അതേസമയം വീൽസിന്റെ എണ്ണം എടുക്കാൻ വേണ്ടി 4x പ്ലസ് 3y എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്തതാണ്. എങ്ങനെയാണത്? 4x എന്ന് പറയുമ്പോൾ കാറുകൾക്ക് 4 വീൽസ്, അതുകൊണ്ടാണ് 4x എടുത്തത്. ഓട്ടോയ്ക്ക് 3 വീൽസ്, അപ്പൊ 3y എടുത്തു. ഈക്വൽ ടു രണ്ടും കൂടി ആഡ് ചെയ്ത് 81 എന്ന് പറയുന്ന എണ്ണമാണ് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് വീൽസ് എന്നത് അല്ലെ, ചക്രങ്ങളുടെ ആകെ എണ്ണം. സോൾവ് ചെയ്ത് നമുക്ക് 12 കാറുകളും 11 ഓട്ടോകളുമാണ് ആ ഗ്യാരേജിലുള്ളതെന്ന് കണ്ടെത്താൻ സാധിച്ചു. കിട്ടിയല്ലോ. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ഒരു സെപ്പറേറ്റ് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. പെയർ ഓഫ് ഇക്വേഷൻസിൽ 2 ഇക്വേഷൻസ് തന്നെയാണ് നമ്മൾ ഫോം ചെയ്തത്. മുന്നത്തെ കണക്കിൽ ഒരു ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യേണ്ട ആവശ്യം ഉണ്ടായല്ലോ, കാരണം ഒന്നിനെ മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്താണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നിരുന്നത്. അതുകൊണ്ട് ഇവിടെ 2 ഡിഫറെന്റ് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. 2 ഇക്വേഷൻസ് ഫോം ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് എത്തി. അടുത്തത് ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പെയർ ഓഫ് ഇക്വേഷൻസിലെ തന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ എല്ലാം വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ചെയ്തിരിക്കുന്നത്. ഓരോന്നിനും ഓരോ പ്രത്യേകതകളാണ്. ഓരോ ഇക്വേഷൻ ഫോം ചെയ്യുന്നതിന് പ്രത്യേകതയുണ്ട്, ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതിനും പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ലാസ്റ്റ് നമ്മൾ ചെയ്യാൻ പോണേ. നോക്കാം, തേർഡ് ക്വസ്റ്റ്യൻ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ the perimeters of 2 squares is 32. Difference in their areas is 208. Find the sides of both squares. Okay, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കാട്ടാ, ക്വസ്റ്റ്യൻ നോക്കാം. The difference between the perimeters of 2 squares. 2 സ്ക്വയറുകളാണ്. 2 സ്ക്വയറുകളുടെ പെരിമീറ്ററുകൾ തമ്മിലുള്ള വ്യത്യാസം. 2 ഡിഫറെന്റ് സ്ക്വയർ ആണ്. ഒന്നിനുമായിട്ട് ഒരു കമ്പാരിസണും ഇല്ലാത്തത് കൊണ്ട് തന്നെ 2ന് നമുക്ക് എക്സും വൈയും തന്നെ കൊടുത്തു ചെയ്യണം. ഇവിടെ നമുക്കൊന്ന് ഇതൊന്ന്
വരച്ചു നോക്കാം. ആദ്യത്തെ സ്ക്വയർ ഇതിന്റെ സൈഡുകൾ നമുക്കറിയില്ല, നമ്മൾ എക്സ് എന്ന് കൊടുക്കാണ്. ദാറ്റ് മീൻസ് ഓൾ സൈഡ്സ് ആർ ഈക്വൽ അല്ലെ. ഒരു സ്ക്വയറിന്റെ എല്ലാ വശവും തുല്യമാണെന്ന് നമുക്കറിയാലോ. അപ്പൊ ഒരു വശം നമ്മൾ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ എല്ലാ വശവും എക്സ് തന്നെയാണ്. മറ്റൊരു സ്ക്വയർ അത് ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. അതിന് y എന്ന സൈഡ് കൊടുക്കുകയാണ്. കാരണം ഇവിടെ നമുക്ക് ഒരു കമ്പയർ ചെയ്ത് ഒന്നാമത്തെ സ്ക്വയറിന്റെ വശം സൈഡുമായിട്ട് രണ്ടാമത്തെ സ്ക്വയറിന് ഒരു ബന്ധവുമില്ല എന്ന് തന്നെ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സ്ക്വയറിന്റെ സൈഡ് ഞാൻ y എടുത്തു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഒരു സ്ക്വയറിന്റെ 4 സൈഡും ഈക്വൽ ആണ്. എക്സ് ആണ് ആദ്യത്തെ സ്ക്വയറിന്റെ പേര് ഒരു സൈഡ് എടുത്തിരിക്കുന്നെങ്കിൽ എല്ലാ സൈഡ്സും എക്സ് ആണ്. രണ്ടാമത്തെ സ്ക്വയറിന് ഞാൻ y ആണ് സൈഡ് എടുത്തിരിക്കുന്നത്, എല്ലാ സൈഡും y തന്നെയാണ്. ഇനി ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ദ ഡിഫറൻസ് ബിറ്റ്വീൻ the perimeters of squares. ഈ രണ്ട് സ്ക്വയറുകളുടെ പെരിമീറ്ററുകൾ തമ്മിലുള്ള വ്യത്യാസം, ചുറ്റളവുകൾ തമ്മിലുള്ള വ്യത്യാസം. എന്താണ് സ്ക്വയറിന്റെ ചുറ്റളവ്, പെരിമീറ്റർ? ഒരു സൈഡ് എന്താ പറയാ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദാറ്റ് സ്ക്വയർ? ആ എക്സ് എന്ന വശം എടുത്തിരിക്കുന്ന സ്ക്വയറിന്റെ ചുറ്റളവ് എത്രയാണ്? 4 ഇൻറ്റു സൈഡ് ആണ്. 4 ഇൻറ്റു എക്സ് ആണ്. ദാറ്റ് മീൻസ് ഇതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 4x ആണ്. ഒന്നാമത്തെ സ്ക്വയറിന്റെ പെരിമീറ്റർ 4x ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പെരിമീറ്റർ 4y ആണ്. ഇനി പറഞ്ഞിരിക്കുന്നത് ഇവയുടെ പെരിമീറ്റേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്, വ്യത്യാസം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിനുള്ളതാണ് 4x മൈനസ് 4y. രണ്ടാമത്തെയും ഒന്നാമത്തെയും സ്ക്വയറുകളുടെ പെരിമീറ്ററുകൾ തമ്മിലുള്ള വ്യത്യാസം, ചുറ്റളവുകളുടെ വ്യത്യാസം. ഒന്നാമത്തെ 4x, അടുത്ത 4y. ഇവയുടെ വ്യത്യാസം നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്, അത് 32 ആണ്. നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് ആവശ്യം വരും. പക്ഷെ നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെന്റ് കൂടി ഒന്ന് ഫോം ചെയ്തിട്ട് ഇതിനുമായിട്ട് ചിലപ്പോൾ കുറച്ച് കൂടി കാൽക്കുലേഷൻസിലേക്ക് നമുക്ക് പോകേണ്ടി വരും. അപ്പൊ ഒന്നാമത്തെ ഇക്വേഷൻ ആണ് ഇത്. പക്ഷെ ഇത് ഉപയോഗിക്കാനായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് ഇനിയും എന്തെങ്കിലും കാൽക്കുലേഷൻ വേണമെന്ന് നോക്കാം. അതിന് അടുത്ത സ്റ്റേറ്റ്മെന്റ് നമുക്ക് വായിക്കാം. ഡിഫറൻസ് ഇൻ ദെയർ ഏരിയാസ്, അവയുടെ പരപ്പളവുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ട്. പരപ്പളവുകൾ തമ്മിലുള്ള വ്യത്യാസം, ഏരിയാസ് തമ്മിലുള്ള ഡിഫറൻസ്. ഞാൻ അപ്പുറത്തെ ഇതാണ് ഏരിയ ഓഫ് എ സ്ക്വയർ. നമുക്കറിയാം ഏരിയ ഓഫ് എ സ്ക്വയർ സൈഡ് സ്ക്വയർ ആണ്, അല്ലെങ്കിൽ സൈഡ് ഇൻറ്റു സൈഡ് നമ്മൾ പറയും. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒന്നാമത്തെ സ്ക്വയറിന്റെ സൈഡ് എക്സ് ആണ്. അപ്പൊ എക്സ് സ്ക്വയർ അല്ലേ. ഒന്നാമത്തെ വശം എടുത്തിരിക്കുന്നത് എക്സ് ആണല്ലോ, എക്സ് ആണ് നമ്മൾ ഇമാജിൻ ചെയ്തിരിക്കുന്നത്, അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പൊ എക്സ് സ്ക്വയർ. അപ്പൊ രണ്ടാമത്തെ സ്ക്വയറിന്റെ സൈഡ് എത്രയാണ്? y ആണ്, y സ്ക്വയർ ആണ്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് അവയുടെ ഏരിയാസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ കുറയ്ക്കൽ തന്നെയാണ്. പെരിമീറ്ററുകൾ കുറച്ച് ഇവിടെ ഇക്വേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഏരിയാസ് തമ്മിലുള്ള ഡിഫറൻസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, അത് നമുക്ക് തന്നിട്ടുണ്ട് 208. നോക്കാം, രണ്ട് വ്യത്യസ്ത ഇക്വേഷൻ, സ്റ്റൈൽ ഓഫ് ഇക്വേഷൻസ് നോക്കിയാൽ നിങ്ങൾ അവിടെ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ സമം 208. ആ രീതിയിൽ അങ്ങനെ ഇരുന്നാൽ നമുക്ക് അതിനെ ഫർദർ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റില്ല, എക്സും വൈയും കണ്ടെത്താൻ പറ്റില്ല. ഇവിടെ മറ്റൊരു രീതിയിലാണ് 4x മൈനസ് 4y സമം 32 മറ്റൊരു ഇക്വേഷൻ. ഇനി നമുക്ക് ഇതിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. ഇതിനെ നമുക്ക് ഒന്നുകൂടി ചെറുതാക്കാൻ നോക്കാം. ഇതെല്ലാം 4 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള സംഖ്യയാണ് അല്ലെ. എല്ലാത്തിനെയും നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ. 4x-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ x ആണ്. 4y ഇതുപോലെ തന്നെ മൈനസ് ഇടാം. 4y-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വെറും y ആണ്. അപ്പൊ x മൈനസ് y ഈക്വൽ ടു 32-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8. ഇപ്പൊ നമുക്ക് ആവശ്യമായ ഒരു ഇക്വേഷൻസിലേക്ക് എത്തി. അതായത് x മൈനസ് y സമം 8. ഒന്നുകൂടി നമ്മൾ ചെറുതാക്കി എഴുതിയെന്ന് മാത്രം. കാരണം ഇത് നമുക്ക് അവിടെ ഉപയോഗപ്പെടുത്തണം. കാരണം നോക്കിയാൽ നിങ്ങൾ കിടക്കുന്ന ആ ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു 208, 208 ആണ്. അത് നമുക്ക് പരിചയമുള്ള ഏതോ ഒരു ഐഡന്റിറ്റി ആണ് അല്ലെ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നേരത്തെയും ഇക്വേഷൻ അത് ആ ഐഡന്റിറ്റി ഉപയോഗിച്ച് ഇക്വേഷൻ ഫോം ചെയ്ത് സോൾവ് ചെയ്തിരുന്നു. ഓർക്കുന്നുണ്ടോന്നാവോ? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ അല്ലെ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എയും ബി ഉപയോഗിച്ച് ചെയ്തു. അതുപോലെ തന്നെ എക്സും വൈ ഉപയോഗിച്ച് നമ്മൾ ആ ഒരു ഇക്വേഷൻ ഐഡന്റിറ്റി പറയാറുണ്ട്. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, അതിനെ ഞാനൊന്ന് എക്സ്പാൻഡ് ചെയ്ത ഇതാണ് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. അതാണ് എത്ര തന്നിരിക്കുന്നത്? 208. ഇതെന്തിനായിരിക്കും? അടുത്ത ഇക്വേഷൻ ഫോം ചെയ്യാനാണ്, അല്ലാതെ നമുക്ക് ഇനി ചെയ്യാൻ പറ്റില്ല. അപ്പൊ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ഈക്വൽ ടു 208 എന്ന് പറഞ്ഞ് നമുക്ക് ആ ഇക്വേഷൻ ഒന്നും കൂടി സോൾവ് ചെയ്യാം. എന്തിനായിരുന്നു ആ എക്സ് മൈനസ് വൈയുടെ വാല്യൂ? ദേ ഇവിടെ നോക്കുക, നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 8 എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ 8 നമുക്ക് അവിടെ കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. അപ്പൊ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈക്ക് പകരം അവിടെ 8 കൊടുക്കാം. കാരണം എക്സ് മൈനസ് വൈന്റെ വാല്യൂ നമുക്ക് ഇവിടെ 8 കിട്ടിയിട്ടുണ്ട്. ഈക്വൽ ടു 208. ഈ 8 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാനാണ്. അപ്പൊ എക്സ് പ്ലസ് വൈ സമം 208. ഇതിനെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം, അതെന്താകും? ഡിവിഷൻ ആകും. അപ്പൊ 208/8
208/8 ആകും. 208 കൊണ്ട് നമുക്ക് 8നെ ഡിവൈഡ് ചെയ്ത് നോക്കാം. എത്ര പ്രാവശ്യം പോകും? 8 2 ടൈംസ് 16 ശിഷ്ടം 4 48 6 8 48 6 8s are 48. നമുക്ക് കിട്ടും എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 26. നോക്കാം, നമുക്ക് ആവശ്യമുള്ള രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി. അപ്പൊ നോക്കിയേ, രണ്ട് ഇക്വേഷൻസ് ഫോം ചെയ്തത് വേറെ ഏതൊക്കെയോ രീതിയിലാണ്. ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ എഴുതിയത് പെരിമീറ്ററുകൾ തമ്മിലുള്ള വ്യത്യാസം, ചുറ്റളവുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞപ്പോൾ 4x മൈനസ് 4y സമം 32. അത് അങ്ങനെ വെച്ചാൽ നമുക്ക് അടുത്ത ഇക്വേഷനിൽ ചെയ്യാനായിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അത് എന്ത് ചെയ്തു, ഒന്നുകൂടി അതിനെ ഒന്ന് ചെറുതാക്കി സിംപ്ലിഫൈ ചെയ്തു. കാരണം ആ 4 കോമൺ ആയിട്ട് എല്ലാം കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റിയ സംഖ്യയായിരുന്നു തന്നിരുന്ന ആ സ്റ്റേറ്റ്മെന്റ് ആ ഒരു ഇക്വേഷൻ. അതുകൊണ്ട് നമ്മൾ അത് ചെറുതാക്കി x മൈനസ് വൈ ഈക്വൽ ടു 8 കൊടുത്തിട്ട് ഇവിടെ ഏരിയാസിന്റെ വ്യത്യാസം, പരപ്പളവുകളുടെ വ്യത്യാസം x² മൈനസ് y² ഈക്വൽ ടു 208. അവിടെ നമ്മൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈയിൽ കൊടുത്ത് സോൾവ് ചെയ്തപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനും കിട്ടി. ഇപ്പൊ രണ്ട് ഇക്വേഷനും കിട്ടിയില്ലേ, ഇനി നമുക്ക് സോൾവ് ചെയ്യാം. ഇക്വേഷൻസ് നമുക്ക് ചേർത്ത് എഴുതാം. x മൈനസ് വൈ സമം 8, എക്സ് പ്ലസ് വൈ സമം 26. ഓൾറെഡി ഇവിടെ പോസിറ്റീവ് നെഗറ്റീവും ഒരേ വാല്യൂസിന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നേരത്തെ തന്നെ എന്ത് ചെയ്യും, അത് നമ്മൾ വേറെ ഒന്നും മാറ്റം വരുത്താതെ തന്നെ ആഡ് ചെയ്യുമ്പോൾ തന്നെ 0 ആകും. അപ്പൊ ഇത് ക്യാൻസൽ ചെയ്ത് പോയി 0. എക്സ് പ്ലസ് എക്സ് 2x ഈക്വൽ ടു 26 8 34. Therefore x ഈക്വൽ ടു 2x ഈക്വൽ ടു 34 ആണല്ലോ. 2x ഈക്വൽ ടു 34. Therefore x ഈക്വൽ ടു 34/2. എത്ര കിട്ടും? x ഈക്വൽ ടു 17. അപ്പൊ എക്സ് എന്ന് പറയുന്നത് ആദ്യത്തെ സ്ക്വയറിന്റെ സൈഡാണ്. ആദ്യത്തെ സ്ക്വയറിന്റെ സൈഡ് എക്സ് എന്ന് പറയുന്നത് 17 സെന്റിമീറ്റർ. അപ്പൊ ആദ്യത്തെ സ്ക്വയറിന്റെ ഒരു സൈഡ് നിങ്ങളോട് പറഞ്ഞത് ഫൈൻഡ് ദ സൈഡ്സ് ഓഫ് ബോത്ത് സ്ക്വയേഴ്സ്, രണ്ട് സ്ക്വയറിന്റെയും സൈഡ് കണ്ടുപിടിക്കണം. അപ്പൊ ഒന്നാമത്തെ സ്ക്വയറിന്റെ 17 കിട്ടി. രണ്ടാമത്തെ സ്ക്വയറിന്റെ സൈഡ് കിട്ടാൻ ഏതെങ്കിലും ഇക്വേഷൻ കൊടുക്കുക. എക്സ് മൈനസ് വൈ സമം 8 കൊടുത്തിട്ടുണ്ട് നമ്മളൊരു ഇക്വേഷൻ. എക്സ് പ്ലസ് വൈ സമം 26 കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് സോൾവ് ചെയ്താലോ. രണ്ടാമത്തെ സ്ക്വയറിന്റെ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണ്ടേ. അപ്പൊ എക്സ് പ്ലസ് വൈ സമം 26, എക്സിന്റെ സ്ഥാനത്ത് 17 കൊടുക്കുക, പ്ലസ് വൈ സമം 26. Therefore y equal to 26 minus 17. പ്ലസ് 17 അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 17 ആകും. എന്താണ് ആൻസർ? വൈയുടെ വില 9. ദാറ്റ് മീൻസ് 9 സെന്റിമീറ്റർ ആണ് y എന്ന് പറഞ്ഞ് നമ്മളെടുത്ത രണ്ടാമത്തെ സ്ക്വയറിന്റെ സൈഡ്. y എന്നാണ് നമ്മൾ രണ്ടാമത്തെ സ്ക്വയറിന്റെ സൈഡ് എടുത്തത്. അപ്പൊ രണ്ടാമത്തെ സ്ക്വയറിന്റെ ഒരു വശം 9 സെന്റിമീറ്ററും ആദ്യത്തെ സ്ക്വയറിന്റെ ഒരു വശം 17 സെന്റിമീറ്ററും ആണ് കിട്ടിയത്. അപ്പോൾ ക്ലിയർ ആയല്ലോ. ഇന്ന് നമ്മൾ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. ക്വസ്റ്റ്യൻസ് ഓരോന്നും ചെയ്ത് എങ്ങനെ ഇക്വേഷൻ ഫോം ചെയ്തു എന്നൊക്കെ മനസ്സിലാക്കി ചെയ്ത് പഠിക്കാം. ഓക്കെ, അടുത്ത ദിവസം കാണാം. ബൈ.